നമസ്കാരം. ടുഡേസ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ശക്തമായ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് മാറ്റിവെച്ചിരുന്ന പൗരത്വ ഭേദഗതി നിയമം ഉടൻ നടപ്പാക്കുമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭമാണ് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനത്തിനെതിരെ മതേതര ജനാധിപത്യ കക്ഷികൾ മുന്നോട്ട് വരണമെന്നാണ് ആവശ്യം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കം അപകടകരമായ ഭവിഷ്യത്തുകൾ വിളിച്ചു വരുത്തുമെന്ന് ഉറപ്പാണ്. അയോധ്യയിൽ ക്ഷേത്രം പണിതു, കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞു, ഏകീകൃത സിവിൽ കോഡ്. ഇങ്ങനെ മതേതരത്വത്തെ ഇല്ലാതാക്കുന്ന നീക്കത്തോടൊപ്പം തന്നെ ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമുണ്ടെന്ന NDAയുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. മതം നോക്കിയോ പൗരത്വം എന്ന വിഷയമാണ് ഇന്ന് ടുഡേസ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ എന്നോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ഫസൽ ഗഫൂർ, ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് എന്നിവരാണ് അതിഥികളായി പങ്കെടുക്കുന്നത്. രണ്ടുപേർക്കും സ്വാഗതം. ആദ്യം റെജി ലൂക്കോസിലേക്ക്. റെജി ലൂക്കോസ്, ഇവിടെ ഇപ്പോൾ 7 ദിവസത്തിനകം പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്നാണ് കേന്ദ്രമന്ത്രി ശന്തനു ഠാക്കൂർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം നടത്തിയത്. നമുക്കറിയാം, മതേതരത്വം അവകാശപ്പെടുന്ന ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളെ ഏതു തരത്തിൽ കാണാൻ കഴിയും? അല്ല, തീർച്ചയായിട്ടും രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കാനുള്ള BJPയുടെ വളഞ്ഞ വഴിയാണ് CAA എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്താണ് ഈ രണ്ടു തരം പൗരന്മാർ? അതായത് CAA നടപ്പിലാക്കി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ? നമ്മളുടെ ഭരണഘടന നമുക്ക് തന്നിരിക്കുന്ന ഒരു സംരക്ഷണമുണ്ട്. ജാതി, മത, വംശ, ജന്മസ്ഥല ഇതിലൊക്കെ അതീതമായി സംരക്ഷണം നൽകുന്ന ഭരണഘടനയിലെ 5, 10, 14, 15 എന്നീ വകുപ്പുകൾ ഇല്ലാതാകുന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോഴെന്താ സംഭവിക്കുക? ലോകത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രത്തിൽ ജീവിക്കുന്നവർ, ഏറ്റവും കൂടുതൽ നിരക്ഷരമുള്ള രാജ്യം ഇന്ത്യയാണ്. ദാരിദ്ര്യ രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ 173 സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുക. അപ്പം നിരക്ഷരായിട്ടുള്ള ജനങ്ങളും ദാരിദ്ര്യമായിട്ടുള്ള ജനങ്ങൾക്കും ഈ CAA നിയമം വന്നു കഴിഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ പൗരത്വം എങ്ങനെ തെളിയിക്കപ്പെടും അല്ലെങ്കിൽ എങ്ങനെ തെളിയിക്കപ്പെടാമെന്ന് അറിവില്ലാത്തൊരു സാഹചര്യത്തിൽ ഇവിടെ BJP ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ആസാമിന് വേണ്ടി 1951 കൊണ്ടുവന്ന ഈ കരിനിയമം ഇപ്പോൾ നടപ്പിലാക്കിയാൽ വിചാരധാരയിൽ വളരെ ശ്രദ്ധിക്കുക, വിചാരധാരയിൽ എഴുതി വെച്ചിരിക്കുന്നത് നടപ്പിലാക്കാനുള്ള ഒരു കുതന്ത്രമാണ് ഇതിലൂടെ നടപ്പാക്കാൻ പോകുന്നത്. വിചാരധാരയിൽ എന്താ എഴുതിയിരിക്കുന്നത്? മുസ്ലിം സമുദായത്തിനെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണം, രണ്ടാമത് ക്രിസ്ത്യൻ സമുദായത്തിനെ പുറത്താക്കണം, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാരെ പുറത്താക്കണം. ഇതിന്റെ മറ്റൊരു വളഞ്ഞ വഴിയാണ്, ഒരു കുറുക്ക് വഴിയാണ് ഇതിലൂടെ കൊണ്ടുവരാൻ പോകുന്നത്. അതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താ? വിശാലമായിരിക്കുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രം പ്രഖ്യാപിക്കാനുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചനയാണ് ഈ രാജ്യത്ത് അരങ്ങേറാൻ പോകുന്നത്. എത്ര നിരർത്ഥകമായിട്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം നൽകുന്ന സംരക്ഷണ വലയത്തിൽ നിന്നും ഇവിടുത്തെ വലിയൊരു വിഭാഗം ജനങ്ങളെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ ആ സംരക്ഷണത്തിൽ നിന്ന് പുറത്തു ചാടിച്ച് അവർക്ക് ഈ രാജ്യത്ത് തങ്ങളുടെ പൗരത്വം തെളിയിക്കപ്പെടാനുള്ള യാതൊരു മാനദണ്ഡങ്ങളും ഈ CAA എന്ന് പറയുന്ന കരിനിയമത്തിനകത്ത് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് എങ്ങനെ ഇത് തെളിയിക്കപ്പെടുമെന്നുള്ളൊരു നിസ്സഹായാവസ്ഥയിൽ ഈ രാജ്യം ചില വിദേശ രാജ്യങ്ങളിൽ കുടിയേറി പാർത്തിരിക്കുന്നവർ, ചില വിദേശ രാജ്യങ്ങൾ, ചില യൂറോപ്യൻ രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്ക പോലുള്ള ചില രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിൽ അവർ രണ്ടാം തരം പൗരന്മാരായിട്ട് വോട്ടവകാശമില്ലാതെ കണ്ട് അവർ ജീവിക്കുന്നു. പക്ഷേ ആ നാടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അവർ അല്ലാത്തവർക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. പക്ഷേ ഇന്ത്യ അത് നൽകുന്നില്ല. വേണമെങ്കിൽ ഏത് ഉദ്യോഗസ്ഥന് വേണമെങ്കിലും ഈ വിഭാഗത്തിൽപ്പെട്ട നിസ്സഹായരായ ജനങ്ങളെ ഏത് നിമിഷവും വേണമെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനും അയാൾക്ക് തൃപ്തികരമല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി ജയിലിൽ അടയ്ക്കാനും വേണ്ടി വന്നെങ്കിൽ ഈ രാജ്യത്ത് നിന്ന് ഡീപ്പോർട്ട് ചെയ്യാനുമായിട്ടുള്ള വളരെ നീചമായ അധികാരങ്ങൾ നൽകുന്ന ഒരു നിയമമാണ് CAA എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 3 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്ത് നടപ്പാക്കുമെന്നും പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ നിയമം പാസ്സാക്കാനായിട്ട് വീണ്ടും പാസ്സാക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഇന്ത്യയിൽ ഇത് ഏകകണ്ഠമായിട്ട് ഇതിനെതിരെ കേരളത്തിൽ നടപ്പാക്കിയാലെന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിലെ നിയമസഭ ഒരു ഐക്യ പ്രമേയം പാസ്സാക്കി. അപ്പോൾ കേരളത്തിൽ നടപ്പാക്കിയാല എന്നുള്ളവരും NRC നടപ്പാക്കിയാലെന്നുള്ളവരും കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ അന്ന് BJP ഇതിനെ വളരെ മോശമായി ഇത് പ്രതികരിച്ചു. നിർഭാഗ്യകരെന്ന് പറയട്ടെ, കേരളത്തിൽ പാർലമെന്റിലേക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ തൃശ്ശൂർ നിയോജകമണ്ഡലത്തിൽ നിന്നും ഫേസ് ചെയ്യും, അല്ലെ നേരിടുമെന്ന് അപ്രഖ്യാപിതമായി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തനം തുടങ്ങിയ സുരേഷ് ഗോപി ഇന്ന് പരസ്യമായിട്ട് ഇന്നലെ പറഞ്ഞിരിക്കുന്നു CAA നിയമം ഇന്ത്യയിൽ നടപ്പാക്കുമെന്ന്. കേന്ദ്രമന്ത്രി പറഞ്ഞതിന്റെ തൊട്ടുപുറകെ തന്നെ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിലൂടെ എന്താണ് ഇവർ വിവേചനം ചെയ്യുന്നത്? തൃശ്ശൂർ പോലുള്ള നിയോജകമണ്ഡലത്തിൽ വോട്ട് തേടുന്ന സുരേഷ് ഗോപിയെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി CAA നിയമം നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതേ ഒരു വിഭാഗത്തിന് മാത്രം സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും മറ്റുള്ളവരെ ഈ രാജ്യത്ത് നിലനിൽക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ളവർ നീചവും ജനാധിപത്യ വിരുദ്ധമായ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളൊന്നും തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്. കേരളത്തിലെ ഞാൻ ഇടപെടുകയാണ്. അപ്പോൾ സുരേഷ് ഗോപി അതിനോടൊപ്പം പറഞ്ഞത് മതപരമായ വിവേചനം ഇല്ലാതാകും,
അല്ലെങ്കിൽ ഇത്തരത്തിൽ വരുന്നതോടുകൂടി ഈ മതപരമായിട്ട് യാതൊരു തര വിവേചനങ്ങളും ഇല്ലാതാകും എന്ന് പറഞ്ഞ സുരേഷ് ഗോപി തന്നെ പണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ടാകുമല്ലോ. അതായത് അടുത്ത ജന്മത്തിൽ തനിക്കൊരു ബ്രാഹ്മണനാകണമെന്നും ദൈവത്തെ നേരിട്ട് പൂജിക്കണമെന്നും പറഞ്ഞ സുരേഷ് ഗോപി തന്നെയാണ് ഇപ്പോൾ ഇതും പറയുന്നത്. അല്ല, അത് സുരേഷ് ഗോപി പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. സുരേഷ് ഗോപിക്ക് ഭരണഘടനയുടെ പ്രാഥമിക വിവരമേലും ഉണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കട്ടെ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 5, 10, 14, 15 വകുപ്പുകൾ ഇന്ത്യയിലെ ഓരോ പൗരനും വിഭാവനം ചെയ്യുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ജാതി, മത, പിന്നെ അവൻ്റെ ജന്മസ്ഥല, മറ്റെന്തെങ്കിലും വിവേചനങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംരക്ഷണം നൽകുന്ന വകുപ്പാണ്. അത് ഓൾറെഡി ഈ രാജ്യത്തെ ഭരണഘടനയിൽ ഉള്ളപ്പോൾ പിന്നെ എങ്ങനെയാണ് ജാതിമത വിവേചനങ്ങൾ എടുത്തു കളയുന്നത് ഈ സുരേഷ് ഗോപി പറയുന്നത്? ഇന്ത്യ ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ പൗരത്വം ലഭിച്ചിട്ടുള്ള ജനങ്ങളാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപിയുടെ ലക്ഷ്യം അതിൽ നിന്ന് വളരെ വ്യക്തമായില്ലേ? തനിക്കൊരു ബ്രാഹ്മണനായി ജനിക്കണമെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ വിവേകശാലികളായ മതേതരത്തിൽ വിശ്വസിക്കുന്ന മലയാളിയുടെ മുമ്പിൽ പരസ്യമായി പറഞ്ഞ സുരേഷ് ഗോപിയെ പോലുള്ളവരുടെ മനസ്സാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടന വിവേചനം ചെയ്യുന്ന ഇത്തരം ഒരു വിവേചനങ്ങളും ഇല്ലാത്ത 4 ആർട്ടിക്കിൾക്ക് എതിരെയുള്ള പരസ്യമായ വെല്ലുവിളിയാണ്. ബിനു, നമ്മൾ മനസ്സിലാക്കണം, ഈ നിയമം വന്നു കഴിഞ്ഞാൽ ഏത് മാനദണ്ഡത്തിലൂടെയാണ് തൻ്റെ പൗരത്വം തെളിയിക്കേണ്ടതിനെ കുറിച്ചുള്ള യാതൊരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള മാനദണ്ഡങ്ങൾ ഇതിനകത്ത് ഇല്ലെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിവേചനം. അതായത് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അവരുടെ പൗരത്വം നേടിയെടുക്കാൻ പറ്റും. പക്ഷേ ഈ രാജ്യത്തെ മുസ്ലിം പോലെയുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾ, ക്രിസ്ത്യൻ പോലെയുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഇനി തങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരാണ് തെളിയിക്കേണ്ട ഗതികേടിലേക്ക് വന്നിരിക്കുന്നത്. അത് ആസാമിലേക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നിരിക്കുന്ന 2018 പുതുക്കപ്പെട്ട ആ നിയമം രാജ്യം മുഴുവൻ കൊണ്ടുവരുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇനി പുതിയ രീതിയിലുള്ള പൗരത്വം തേടിയെടുക്കേണ്ട ഗതികേടിലേക്ക് കോടിക്കണക്കിന് ജനങ്ങൾ വരും. അതിന്റെ ലക്ഷ്യം എന്താണ്? ഒരു വർഗീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജാതിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു രാജ്യമായി മാറ്റി സ്ഥിരമായിട്ട് ആ പാർട്ടിയെയും അതിനെ അനുകൂലിക്കുന്നവരെയും ഇന്ത്യൻ ഭരണത്തിന്റെ തലപ്പത്തെത്തിക്കാനുള്ള നിഗൂഢമായ തന്ത്രമാണ് ഇതിലൂടെ മെനയുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ നിയമസഭ പാസ്സാക്കിയ ആ യുനാനിമസ് ആയിട്ട് പാസ്സാക്കിയിട്ടുള്ള പ്രമേയം, പശ്ചിമ ബംഗാൾ പാസ്സാക്കിയിട്ടുള്ള പ്രമേയം, അതിന് 3ാം സ്ഥാനത്ത് രാജസ്ഥാൻ ഗവൺമെന്റ് പാസ്സാക്കിയ, അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് പാസ്സാക്കിയ പ്രമേയം. അപ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ നിശ്ചിതമായ വിമർശനങ്ങളുടെ പ്രതിഷേധം വെച്ചുകൊണ്ടാണ് അന്നത് പോസ്റ്റ്പോൺ ചെയ്ത്. പൊടുന്നനെ ഇത് രാജ്യത്ത് അടിച്ചേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് പോലെ ഇന്ത്യയിലെ ജനാധിപത്യത്തിനെ ഏതാണ്ട് അസ്തമിപ്പിച്ചൊരു സാഹചര്യത്തിൽ ഇനി ഇവിടെ നമ്മളുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെയും നമ്മുടെ പൗരത്വത്തെ പോലെയും വെല്ലുവിളിക്കുന്ന ഈ രാജ്യത്ത് ജനിച്ചു വളർന്നിരിക്കുന്ന കോടാനുകോടികളായ ജനങ്ങൾക്ക് ഇനി ഒരു ഔദാര്യം എന്ന രീതിയിൽ ചില കോർണറുകളിൽ പോയി കൈനീട്ടി യാചിച്ചിനി ഈ രാജ്യത്ത് ജീവിക്കേണ്ട സാഹചര്യം വരുവാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ആസാമിൽ വളരെ കുപ്രശസ്തമായിട്ടുള്ളൊരു തടവറ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ തടവറയിലേക്കൊക്കെ അത് രാജ്യത്തെ പല BJP സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇത്തരം തടവറകൾ പടർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അറിയുന്നത്. ഈ രീതിയിൽ ഇതിൽ തരംതിരിക്കപ്പെടുന്ന സാധാരണക്കാരായ ഇവർക്കെതിരാളികളെന്ന് ഇവർ വിശ്വസിക്കുന്ന ജനങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരെ തടങ്കൽ പാളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള തടവറകൾ നാസികൾ അല്ലെങ്കിൽ ഹിറ്റ്ലർ കൊണ്ടുവന്നിരിക്കുന്ന ക്യാമ്പുകളെ പോലെ തന്നെ ഈ രാജ്യത്തേക്ക് വരാൻ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതാണ് ഇതിന്റെ മുന്നോടിയായിട്ട് പറയാനുള്ളത്. ഡോക്ടർ ഫസൽ ഗഫൂറിലേക്ക് കൂടി പോവുകയാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ അയോധ്യയിൽ ക്ഷേത്രം പണിതു, കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു, ഏകീകൃത സിവിൽ കോഡ്, ഈ പൗരത്വ ഭേദഗതി, ഇങ്ങനെ കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ CAA നടപ്പാക്കുമെന്ന് അതാർക്കും തടയാനാകില്ല എന്ന് കഴിഞ്ഞ ഡിസംബറിൽ അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. CAA എതിർക്കുന്ന മമതാ ബാനർജിയെ ലക്ഷ്യമിട്ടായിരുന്നു ഇത്. അത്തരത്തിൽ എതിർക്കുന്നവരെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഇത്തരം രീതികളെ എങ്ങനെ കാണുന്നു? ഡോക്ടർ ഫസൽ ഗഫൂർ കേൾക്കാമോ? ഡോക്ടർ ഫസൽ ഗഫൂർ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ശരി, ഡോക്ടർ ഫസൽ ഗഫൂറിലേക്ക് പോകാം. വീണ്ടും റെജി ലൂക്കോസിലേക്ക് തന്നെ പോവുകയാണ്. റെജി ലൂക്കോസ്, ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഇത്തരം ഗിമിക്കുകളെ എങ്ങനെ നോക്കിക്കാണാം? അല്ല, തീർച്ചയായിട്ടും ഇതൊരു വലിയ വിഭാഗം ജനങ്ങളെ അവരാകർഷിക്കുന്ന ജനങ്ങളുടെ വോട്ട് മാത്രം നേടി ഇന്ത്യയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയിൽ ഒരു ഭരണഘടന അട്ടിമറി നടത്തി. ഇത് ഭരണഘടന അട്ടിമറിയാണല്ലോ. പാർലമെന്റിലോട് പോലും യാതൊരു നീതിയും പുലർത്താത്ത 137 MP ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്ത്
12ഓളം അതീവ ഗൗരവമുള്ള ബില്ലുകൾ പാസ്സാക്കിയെടുത്ത് ജനാധിപത്യത്തിന് ഇത്രയ്ക്ക് കശാപ്പ് ചെയ്ത ഒരു ചരിത്രം നമ്മുടെ തൊട്ടുപുറയിൽ ഉള്ളപ്പോൾ, ഈ അടുത്ത കാലത്ത് സംഭവിച്ചപ്പോൾ, നാളുകളിൽ രാജ്യം ജനാധിപത്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടചൊല്ലി ഒരു വലിയ രീതിയിലുള്ള ഒരു ഭീകരമായ രീതിയിലുള്ള അല്ലെങ്കിൽ വിവേചനപരമായിട്ടുള്ളൊരു സർക്കാരിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നാളുകളിൽ നമ്മളൊക്കെ ലോകത്തിലൊരിക്കലും ഇന്ത്യൻ ജനാധിപത്യത്തിന് യാതൊരു കളങ്കവും വരില്ല, ആർക്കും അതിനെ പിടിച്ചു കെട്ടാൻ പറ്റില്ല എന്നുള്ള ഒരു വലിയ ഹുങ്ക് നമുക്കുണ്ടായിരുന്നു. അതിനെ നിഷ്കരണം തോൽപ്പിച്ചുകൊണ്ട് ഈ രാജ്യം അതിദയനീയമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞ സർക്കാരിൻ്റെ കയ്യിൽ നിന്നും അന്ന് കേന്ദ്രം നിരവധി, അതായത് ഏതാണ്ട് 6 പതിറ്റാണ്ട് ഭരിച്ച കോൺഗ്രസ് സർക്കാരിൻ്റെ പിടിപ്പുകേടും ഇതിനകത്തുണ്ട് എന്നുള്ളവരും വളരെ വ്യക്തമാണ്. ആസാമിൽ അവർ എത്രയോ വർഷങ്ങൾ ഭരിച്ചിരുന്നു. ആസാമിൽ അവർ പ്രാദേശിക തലത്തിൽ സംസാര ഭരണത്തിൽ അവരുണ്ടായിരുന്ന കാലത്ത് ഒരു ചെറുവിരൽ പോലും അനക്കാതെ കണ്ട് ആസാമിലേക്ക് കുടിയേറിയ 1971 കാലഘട്ടങ്ങളിൽ ബംഗ്ലാദേശിൻ്റെ ഫോം ചെയ്തതിന് ശേഷം ആ രാജ്യത്തേക്ക് കുടിയേറിയവർക്ക് പൗരത്വമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയുക, അതിനെ അവരുടെ പൗരത്വത്തിനെ കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു കരുതയുമാണ് കൊണ്ടുവന്നത്. 3 തവണ സർവേ നടത്തി. ബിനുവിനറിയാമല്ലോ, ആ 2018 പോലും നടത്തിയ സർവേയിൽ അവസാനം ഇവർ പറയുന്ന രീതിയിലുള്ള ബംഗ്ലാദേശിൽ നിന്നുള്ള ആദ്യത്തെ സർവേയിൽ ഇവർക്ക് കണ്ടെത്തിയ കോൺഗ്രസ് സർക്കാർ നടത്തിയ സർവേയിൽ 80 ലക്ഷം ബംഗ്ലാദേശികൾ ആസാമിലും പശ്ചിമ ബംഗാളുമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സർവേയിൽ അത് 34 ലക്ഷമായി. ഇപ്പോൾ അത് 18 ലക്ഷമായിട്ട് കുറഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ 60 ലക്ഷം പേര് മാത്രമേ ഉള്ളൂ മുസ്ലിം സമുദായം. ബാക്കിയുള്ളവരൊക്കെ മറ്റ് സമുദായക്കാരാണ്. അപ്പോൾ ഇതിൽ നിന്നും വളരെ വ്യക്തമല്ലേ, ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇനി ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോലും രാജ്യം അടുക്കാനുള്ള ഭീതി, അല്ലെ എന്താ പറയുക, അതിനുള്ള സാഹചര്യമില്ലാത്തൊരു ഭയപ്പെടുന്ന സിറ്റുവേഷനിലേക്കാണ് ഈ കേന്ദ്ര സർക്കാർ നമ്മളെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത്. കേരളത്തിൽ നിന്നും അതിനെതിരെ വന്ന, അതിനനുകൂലമായിട്ട് വന്ന ഏറ്റവും വലിയ ശബ്ദമാണ് സുരേഷ് ഗോപിയുടേത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം പറഞ്ഞ എത്രയോ വലിയൊരു എന്താ പറയുക, അദ്ദേഹത്തിന് വിവരമില്ലായ്മ, അതല്ലെങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താ, ജാതിമത വിവേചനം ഇല്ലാതെ കണ്ട് ഇനി ആർക്കും ഇന്ത്യയിൽ ജീവിക്കാമെന്ന്. ജാതിമത വിവേചനം ഇല്ലാത്തൊരു ഭരണഘടനയാണ് ഓൾറെഡി നമ്മുടേത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ജാതി മത എന്താ പറയുക, പ്രാദേശിക അല്ലെങ്കിൽ അല്ലെങ്കിൽ വംശീയ തരത്തിലുള്ള അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള തരംതിരിവോടുകൂടി ഇനി ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ അവർ ടാർഗറ്റ് ചെയ്ത് ആരാണ് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ജനങ്ങളെ അവൻ്റെ പൗരത്വം തെളിയിക്കേണ്ട ഗതികേടിലേക്ക് അവനെ തള്ളിവിടുന്നു. ഞാൻ അതിനാ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദരിദ്രർ താമസിക്കുന്ന ഇന്ത്യയിലാണ്, ഏറ്റവും കൂടുതൽ നിരക്ഷരർ താമസിക്കുന്ന ഇന്ത്യയിലാണ്. ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരാണെന്ന് നമുക്കറിയാം. അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. എങ്ങനെയാണ് താങ്കൾ പൗരത്വം നേടേണ്ടത്? വീണ്ടും ഇന്ത്യൻ പൗരൻ അവൻ്റെ പൗരത്വം നേടാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ അയക്കാൻ പോലും അറിവില്ലാത്ത ഈ സാധാരണക്കാരൻ ഇന്ത്യയുടെ കൂടി പോവുകയാണ്. നേരത്തെ സാങ്കേതിക തകരാറുകൾ മൂലം അദ്ദേഹത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ശ്രീ ഫസൽ ഗഫൂർ, ഇവിടെ ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഒരുപാട് നടപടി കേൾക്കാമോ? ഞാൻ ചോദ്യം കേട്ടു. ശരി, മറുപടി പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ഇത് നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഈ BJP ഗവൺമെന്റ് 2ാം ഊഴം വന്നപ്പോ അവരുടെ ഒറിജിനലി തന്നെ ഉള്ള RSSന്റെ കഴിഞ്ഞ 100 വർഷമായിട്ടുള്ള പല ഡിമാൻഡുകൾ ഉണ്ട്. ഈ ഡിമാൻഡുകളുടെ പ്രശ്നമൊന്നുമില്ല. ഈ ഡിമാൻഡുകളെല്ലാം മുസ്ലിം വിരുദ്ധമാണെന്നുള്ളത് മാത്രമാണ് പരാതി. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഡിമാൻഡ് ഒക്കെ. ഉദാഹരണം കാശ്മീരിന്റെ ഇന്റഗ്രേഷനെ പറ്റിയിട്ട് നമുക്ക് ചിന്തിക്കാം. അതിനെ പറ്റിയിട്ട് ആർട്ടിക്കിൾ 370 വേണോ വേണ്ടേ എന്നുള്ളത് ഒരു ഡിബേറ്റിലൂടെ, ഒരു പാർലമെന്റിലെ ഒരു ഡിബേറ്റിലൂടെ, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ ഡിബേറ്റുകൾ വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം. അല്ലാതെ ഒരു കുറുക്ക് വഴി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റെടുത്തതിനെ പറ്റിയിട്ടാണ് നമുക്ക് പരാതിയുള്ളത്. അത് വിട്ടേക്ക്. ഇപ്പൊ നമ്മുടെ ചർച്ച വേറെയാണല്ലോ. അപ്പൊ ചർച്ച എവിടെയാണെന്ന് വെച്ചാൽ, എന്റെ പരാതി എവിടെ കിടക്കണമെന്ന് വെച്ചാൽ, അന്താരാഷ്ട്രമായിട്ട് തന്നെ ഒരു ഉടമ്പടിയുണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ. രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഒരു വ്യക്തി അഭയം പ്രാപിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് രാഷ്ട്രങ്ങൾ തമ്മിൽ അവർ അഭയം കൊടുക്കാറുണ്ട്. ഉദാഹരണം, നമ്മളിപ്പോൾ രോഹിണ്യ മുസ്ലിമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ടിബറ്റിൽ നിന്ന് വന്ന മറ്റേ ബുദ്ധമതത്തിൽപ്പെട്ടവർ കൊടുത്തിട്ടുണ്ട്, ശ്രീലങ്കയിൽ നിന്ന് വന്നവർ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ മതമൊന്നുമില്ലല്ലോ. അതിൽ ഹിന്ദുക്കൾ ശ്രീലങ്കയിൽ നിന്നും രോഹിണ്യ മുസ്ലിങ്ങൾ ഇവിടെ നിന്നും അവർക്കൊന്നും പൗരത്വം കൊടുക്കുന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ പൗരത്വം കൊടുക്കുന്ന വിഷയം വരുമ്പോ
മുസ്ലിമുകളെ മാത്രം ഈ പ്രത്യേക രാജ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും മറ്റുള്ളവരെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അത് ചെറിയൊരു പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ചരിത്രപരമായിട്ട് തന്നെ ഇവിടെ ഏറ്റവും അധികം മുസ്ലിമുകളോ അല്ലെങ്കിൽ ഹിന്ദുക്കളോ ഇന്ത്യയിൽ വരികയും പൗരത്വം സ്വീകരിക്കുകയും ചെയ്തത് എന്ന് പറയപ്പെടുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. ബംഗ്ലാദേശിലെ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ തന്നെ അതിൽ ഇടപെടുകയും അഭയാർത്ഥികളായിട്ട് ഇവിടെ വന്നിട്ടുള്ള 1 കോടി ജനങ്ങളിൽ ഒരുപാട് പേരെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി തിരിച്ചയക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് ആൾക്കാർ ഇവിടെ നിന്നു എന്നുള്ളതാണ് ഒരു വാദം വരുന്നത്. ആ വാദം വരുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആസാമിലും ബംഗാളിലും ഇപ്പൊ ഏകദേശം 30% ത്രിപുരയിലെങ്കിലും ആസാമിലും ബംഗാളിലും ഏകദേശം മുസ്ലിം ജനസംഖ്യ 30%. ഈ 30% എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർണായകമാണ് അവിടുത്തെ ഇലക്ഷനുകളിൽ. അവിടെ BJP ജയിച്ചിട്ടുണ്ട്, ഇതിന്റെ പേര് ജയിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ ആസാമിൽ അവർ ജയിച്ചു തീർക്കുകയാണ്. ഇതിനു മുമ്പ് സർബാനന്ദ സോനോവാലും ഇപ്പൊ ഹേമന്ത് ബിശ്നോയൊക്കെ ജയിച്ചു വന്നിട്ടുണ്ട്. അതല്ല, പക്ഷെ 30% പേര് അവർക്ക് വോട്ടവകാശം ഇല്ലാതാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ തെളിയിക്കുക, ഈ അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരോട് പോയിട്ട് ആധാർ കാർഡ് എവിടെ, മറ്റേ കാർഡ് എവിടെ, ജനിച്ചതിന്റെ തെളിവ്, അതായത് ബർത്ത് സർട്ടിഫിക്കറ്റില് പിതാവിന്റെ പേര് മാതാവിന്റെ ഒക്കെ ഏത് രാജ്യത്താണ്? എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലില്ലല്ലോ. എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലില്ല. കാരണം എനിക്ക് ആ കാലത്ത് ആവശ്യം വന്നിട്ടില്ല. ആ കാലത്ത് ഞങ്ങളോട് SSLC സർട്ടിഫിക്കറ്റാ ചോദിക്കാറുള്ളൂ. ഇതിപ്പോ ഈ ജനന സർട്ടിഫിക്കറ്റ് ഒക്കെ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ വരുന്ന ലോക്സഭാ ഇലക്ഷൻ അതാണല്ലോ ഇത്ര ദ്രുതഗതിയിൽ അത് കൊണ്ടുവരുന്നു പറയുന്നത്. അപ്പൊ ദ്രുതഗതിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നുണ്ട്. മനസ്സിലായി, ഒരുപാട് പേർക്ക് വോട്ട് കിട്ടാതാവുന്നുണ്ട്. പിന്നെ മറ്റൊരു 3 തരത്തിൽ അവിടെ ധ്രുവീകരണം ഉണ്ടാവും. ആ ധ്രുവീകരണം എങ്ങനെയാണ് ആസാമിൽ ഉണ്ടാവുക വെച്ചാൽ, ആസാമീസ് ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങൾ, ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിമുകൾ, ബംഗാളി ഭാഷ സംസാരിക്കുന്ന ഹിന്ദുക്കൾ, ആസാമീസ് ഭാഷ സംസാരിക്കുന്ന ഹിന്ദുക്കൾ, അതിനെല്ലാം പുറമെ ഗിരിവർഗക്കാർ, ഈ ഭാഷകളൊന്നും സംസാരിക്കാത്ത ഗിരിവർഗക്കാർ. അപ്പൊ 5ഓ 6ഓ തരത്തിൽ ആ ഗിരിവർഗക്കാരിലെ തരം നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ മണിപ്പൂരിൽ എന്താ നടന്നതെന്നുള്ളത്, അവിടെ നമ്മുടെ ഇവർ തമ്മിലുള്ള പോരാട്ടവും മനസ്സിലല്ലേ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ ഈ കലക്കുണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണല്ലോ വരുന്നത്. അപ്പൊ അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം വരുന്നത്, ഈ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും പോയ എല്ലാ മുസ്ലിമുകളും ജിന്നയുടെ കൂടെ പോയവരല്ല. നല്ലൊരു ശതമാനം ആൾക്കാർ അവർ ദേശീയവാദികളായിരുന്നു. ഏറ്റവും നല്ല ഉദാഹരണം അബ്ദുൽ ഗാഫർ ഖാൻ ഒരു സമയത്ത് ഇന്ത്യയിൽ അഭയാർത്ഥിയായിട്ട് വരുന്നെന്ന് വരെ പ്രഖ്യാപിച്ച ആളാണ് അദ്ദേഹം. അവിടെ പക്തൂനിസ്ഥാനിലെ നേതാവായിട്ട് നിന്നിട്ടുള്ളത്. ഇന്ത്യയുടെ വിഭജനം നടക്കുന്ന സമയത്ത് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ്, അതാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് പക്തൂൺവാല, ഇമ്രാൻഖാന്റെ സ്ഥലം. ആ ഇമ്രാൻഖാന്റെ സ്ഥലത്ത് ഇപ്പൊ ഇന്ന് നിങ്ങൾ കേട്ടില്ല, ഇന്നിപ്പോ ഇതോടൊപ്പം തന്നെ വാർത്ത വരുന്നുണ്ട്, ഇമ്രാൻഖാനെ കുറ്റവാളിയായി 10 കൊല്ലം ശിക്ഷിക്കുന്നു ജയിലിൽ. അതേമാതിരി തന്നെയാണ് പാകിസ്ഥാനിലെ നമ്മുടെ അതിന് മുമ്പ് നവാസ് ഷെരീഫ് പുറത്തുപോയി, അദ്ദേഹത്തെ ശിക്ഷിച്ച് പുറത്തു വിട്ടു. ബനസീർ ഭുട്ടോ അവിടെ പുറത്താക്കി. ഇങ്ങനെയൊക്കെ തരത്തിൽ രാഷ്ട്രീയമായിട്ട് പകപോക്കലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു ലോകത്തെവിടെയും എന്നുള്ള നിലക്കാണ് ഈ രാഷ്ട്രീയമായിട്ട് ഇവർക്ക് എല്ലാവർക്കും അഭയാർത്ഥിയായിട്ടില്ല, അവർ അഭയാർത്ഥികളായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പൊ ഇവിടെ എന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് ദേശീയവാദികളായിട്ട് നിന്നിട്ടുള്ള മുസ്ലിമുകളുണ്ട്. ആ മുസ്ലിമുകളാണ് ഒരുപാട് പേര് മുഹാജിറുകളുടെ കൂട്ടത്തിൽ പെട്ടിട്ടുള്ളത്. അവരവിടെ കുടുങ്ങിപ്പോയി. തീർച്ചയായും ഇത്തരത്തിൽ രണ്ട് തരം പൗരത്വത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു നടപടികളിലേക്കാണ് കേന്ദ്ര സർക്കാർ കടക്കുന്നത്. മതം നോക്കിയോ പൗരത്വം എന്ന വിഷയമാണ് ടുഡേസ് ഡിബേറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെജി ലൂക്കോസിലേക്ക് പോവുകയാണ്. റെജി ലൂക്കോസ്, ഇപ്പോൾ ആസാമിൻ്റെ കാര്യം ഡോക്ടർ ഫസൽ ഗഫൂർ സൂചിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ബംഗാളിൽ ഈ മമതാ ബാനർജി പറഞ്ഞതിനെതിരെയൊക്കെ വലിയ പ്രതിഷേധത്തോടു കൂടിയാണ് അമിത്ഷായൊക്കെ പറഞ്ഞത്. അതായത് അത്തരത്തിലുള്ള ജനവിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടികളിലേക്കാണ് ഈ കേന്ദ്ര സർക്കാർ പോകുന്നത്. അതായത് ഈ സാധാരണക്കാരെ അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന രീതിയിൽ. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, തീർച്ചയായും ഡോക്ടർ പറഞ്ഞത് വളരെ കാതലായൊരു വിഷയമാണ്. കാരണം അതാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. നിരക്ഷരായിട്ടുള്ള ജനങ്ങൾക്ക് എങ്ങനെയാണ് ഈ പൗരത്വ ഭേദഗതി ബില്ലിനെ നേരിടണം എന്നുള്ള അറിയത്തില്ല. തന്നെയുമല്ല, CAA എന്ന് പറയുന്ന ഈ നിയമത്തിനകത്ത് ഇന്ത്യൻ പൗരത്വം തെളിയിക്കേണ്ടതിനുള്ള രേഖകൾ അത് എങ്ങനെ തെളിയിക്കുന്നതിനെക്കുറിച്ച് ഒരു മാനദണ്ഡം എഴുതി വെച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ അതിനെക്കുറിച്ച് ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് തന്നെ വലിയ രീതിയിലൊരു കുതന്ത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, 1951 ആസാമിന് വേണ്ടി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ് ഈ പറയുന്ന പൗരത്വ ഭേദഗതി. അത് ഈ രാജ്യത്തൊട്ടാകെ അത് വ്യാപിപ്പിച്ചിട്ടുമില്ല. കാരണം രാജ്യത്തേക്ക് അനധികൃതമായിട്ട് നമ്മുടെ രാജ്യത്ത് കുടിയേറി പാർക്കുന്നവരാരായാലും അവരെ കണ്ടെത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. അക്കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ അത് ഒരു വലിയ വിഭാഗം ജനങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാകുമ്പോൾ
അതിൻ്റെ ലക്ഷ്യം എന്താണ്? നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞ പോലെയല്ല, ജാതിപരമായിട്ടുള്ള വിവേചനങ്ങൾ അത് കൃത്യമായ രീതിയിൽ പിന്നെ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിൻ്റെ മാത്രം രാജ്യമായി ഇന്ത്യയെ പ്രഖ്യാപിച്ച് വളരെ പതിയെ ഇന്ത്യയിലെ ജനാധിപത്യത്തിന് ഗുഡ് ബൈ പറഞ്ഞ് ഒരു മതത്തിൻ്റെ അധിഷ്ഠിതമായ ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതിനുള്ള മുന്നോക്കമാണ്. അതിൽ യാതൊരു തർക്കമില്ല. അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ നമ്മൾ തർക്കിക്കേണ്ട പോലെ ആവശ്യമില്ല. കാരണം നമ്മുടെ നിയമസഭയിൽ തന്നെ അത് വലിയൊരു പ്രമേയമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 6ഓളം നിയമസഭകളിൽ ഇത് ചർച്ചയ്ക്ക് വന്നു. 3 നിയമസഭകൾ അന്ന് ഈ നിയമം കൊണ്ടുവരാനായിട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ഏകകണ്ഠേന തീരുമാനമെടുത്താൽ ആദ്യത്തെ തീരുമാനമെടുത്തത് പിന്നെ പ്രമേയം പാസ്സാക്കിയത് മമതാ ബാനർജിയുടെ വെസ്റ്റ് ബംഗാൾ നിയമസഭ തന്നെയാണ്. യാതൊരു തർക്കമില്ല കാര്യത്തിൽ. അപ്പോൾ വെസ്റ്റ് ബംഗാളിനെ ഇവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. നേരത്തെ ബിനു പറഞ്ഞില്ലേ, വെസ്റ്റ് ബംഗാളിൽ അവർക്ക് കുറേ സീറ്റുണ്ട്, പാർലമെന്റിലേക്ക് നിയമസഭയിലേക്ക് സീറ്റുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി നിയമസഭയിൽ ഈ പറയുന്ന BJP ആണ്. അതെങ്ങനെ കിട്ടിയെന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് ഇപ്പോൾ ഈ എന്നോട് ബിനി ചോദിച്ചതിനുള്ള മറുപടി. അത് ആ തന്ത്രം തന്നെയാണ് ഇവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞ് പ്രതികരിക്കാനുള്ള ആത്മവിശ്വാസം അല്ല ധൈര്യം പോലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പതിയെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് ഡോക്ടർ ഫസൽ ഗഫൂറിലേക്ക് ഒരിക്കൽ കൂടി സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞതനുസരിച്ച് ബംഗാളിൽ മാത്രമല്ല രാജ്യത്തുടനീളം നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് ശന്തനു ഠാക്കൂർ വ്യക്തമാക്കിയത്. വളരെ ചുരുക്കി മറുപടി. അല്ല, അതിൽ വലിയൊരു പ്രശ്നം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ തമിഴന്മാരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന്റെ അത്ര ശ്രീലങ്കയിൽ നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ ഹിന്ദുവായിട്ടുള്ള ഒരു തമിഴൻ തന്നെ ഇവിടെ വരണമെങ്കിൽ, അപ്പൊ മുസ്ലിമുകൾക്കെതിരായിട്ട് മാത്രമല്ല ഇതിന് വിവേചനം നടക്കുന്ന ദ്രാവിഡ രാഷ്ട്രത്തിന് അവർക്ക് ഏറ്റവും ഭയം ദ്രാവിഡം എന്ന വാക്കാണല്ലോ അവർക്ക് ഏറ്റവും ഭയം. അതുകൊണ്ട് അവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് കൂടെ ഞാനിവിടെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം വ്യാപകമായിട്ടായിരിക്കും. ഇപ്പൊ നാളെ തമിഴ്നാട്ടിൽ ഒരു ഇലക്ഷൻ വരണമെങ്കിൽ അവിടുത്തെ തമിഴര് അവിടെ ജനിച്ചവരാണോ, അത് ശ്രീലങ്കയിൽ ജനിച്ചവരാണോ, അല്ലെങ്കിൽ മലേഷ്യയിൽ ജനിച്ചവരാണോ എന്നൊക്കെ തെളിയിക്കേണ്ടതായിട്ടുള്ള ഒരു ഗതികേടിലോട്ട് വരണം. അപ്പൊ ഞാനിതിനൊരു മുസ്ലിം വിഷയമായിട്ടല്ല കാണുന്നത്. ഞാനത് വ്യാപകമായിട്ടുള്ള ഒരു വിഷയമായിട്ടും ഏത് തരത്തിലും ഭരണത്തിലിരിക്കുന്ന കക്ഷിക്ക് ഒരു നിയോജകമണ്ഡലത്തിലെ വോട്ടുകളെ അരമണിക്കൂറിൽ തീർക്കാവുന്ന ഒരു വിഷയമല്ല. ഞാൻ ഇടപെടുകയാണ് സമയക്കുറവ് മൂലം. മതം നോക്കിയോ പൗരത്വം എന്ന വിഷയമാണ് ടുഡേസ് ഡിബേറ്റ് ചർച്ച ചെയ്തത്. ഇന്ന് ഈ ചർച്ചയിൽ എന്നോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ഫസൽ ഗഫൂർ, ഇടത് സഹയാത്രികൻ റെജി ലോക്കോസ് എന്നിവരാണ് അതിഥികളായി പങ്കെടുത്തത്. രണ്ടുപേർക്കും നന്ദി.